ഹായ് ഫ്രണ്ട്സ്, സൗദിയിലെ കോബാറിൽ നിന്നും ഒമാനിലെ മസ്കറ്റിലേക്ക് നടത്തിയ യാത്ര മികച്ച അനുഭവമാണ് നൽകിയത്. സൗദിയിൽ നിന്നും നേരിട്ട് ഒമാനിലേക്കുള്ള യാത്ര റൂബൽ ഖാലി മരുഭൂമിയിലൂടെയാണ്. കോബാറിൽ നിന്നും ഏകദേശം 250 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സെൽവ എന്ന സ്ഥലത്ത് എത്തിച്ചേരും. അവിടെ നിന്നും നിർബന്ധമായും പെട്രോൾ ഫുൾ ടാങ്ക് ആക്കുക. പിന്നീട് നമുക്ക് ലഭിക്കുന്ന പെട്രോൾ സ്റ്റേഷൻ ഏകദേശം 400 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ്. ഷുബൈത്ത എന്ന ചെറിയ സ്റ്റേഷനാണിത്. ഈ യാത്രയിൽ നിർബന്ധമായും ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും കരുതണം. റൂബൽ ഖാലി മരുഭൂമിയിലൂടെയുള്ള യാത്ര ബോർഡർ എത്തുന്നത് വരെ വൺ വേ റോഡാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെറിയ മണൽ കുന്നുകളാണ്. യാത്രയ്ക്കു മുന്നേ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് കൂടി ഉറപ്പുവരുത്തുക. പൊടിക്കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ മണൽ റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകും. ഷുബൈത്തയിൽ നിന്നും പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ലഭിക്കുന്ന സ്റ്റേഷൻ ഏകദേശം 300 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ്. വാഹനത്തിരക്ക് കുറവുള്ളത് കാരണം ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒമാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണാൻ കഴിയുക ഇതുപോലെയുള്ള ചെറിയ കുന്നുകളാണ്. നിരവധി ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട് മസ്കറ്റിൽ. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്, ഒപ്പേറ ഹൗസ്, ഒമാൻ്റെ ഐക്കണിക് ലാൻഡ്മാർക്കായ അൽ അലം പാലസ്, അതുപോലെ തന്നെ നിരവധി കോർണീഷുകൾ, സൂക്കുകൾ, കോട്ടകൾ, നമ്മുടെ കേരളത്തിലേതുപോലെയുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളും മസ്കറ്റിലുണ്ട്.